CPM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നമുക്കെല്ലാം അറിയുന്നതുപോലെ മധുരയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ജനാധിപത്യ പാർട്ടികൾ എന്ന് പേരിൽ അറിയപ്പെടുന്ന പാർട്ടികളൊന്നും കാലാകാലങ്ങളായി അവിടെ സമ്മേളനങ്ങളോ അതിനെ തുടർന്നുള്ള പുതിയ ഭാരവാഹികളെയോ തിരഞ്ഞെടുക്കാറില്ല. എല്ലാം നോമിനേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളാകെ. അതിൽ നിന്ന് വ്യത്യസ്തമായി CPI രൂപം കൊണ്ട ആദ്യ സമ്മേളനം മുതൽ CPM-ആയി പ്രവർത്തനം ആരംഭിച്ച 1964 മുതൽ അടിയന്തരാവസ്ഥ ഘട്ടമൊഴിച്ച് മറ്റെല്ലാ സന്ദർഭങ്ങളിലും ഭരണഘടനാപരമായി 3 വർഷത്തിലൊരിക്കൽ പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതൊരു വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെയും സംഘടനാ വിദ്യാഭ്യാസത്തിൻ്റെയും സംഘടനാ പരിശോധനയെ തുടർന്നുള്ള പാർട്ടിയെ പുതുക്കി മുമ്പോട്ടേക്ക് നയിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സമ്മേളനങ്ങൾ ഓരോന്നും കൃത്യമായി നടത്തി വരുന്നത്. കേരളത്തിൽ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പൂർത്തിയാക്കിയത്. 2444 ലോക്കൽ സമ്മേളനങ്ങളും 209 ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയായി. ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, വയനാട്, മലപ്പുറം ഇന്നത്തോടുകൂടി തീരും. കോട്ടയം ഇന്ന് ആരംഭിക്കുകയാണ്. തുടർന്ന് അടുത്ത മാസം 11-ാം തീയതിയോടുകൂടി 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാവും. സംസ്ഥാന സമ്മേളനം മാർച്ച് 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കൊല്ലത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ നടത്തി വരികയാണ്. സമ്മേളനം ആരംഭിക്കുന്നതോടുകൂടി സമ്മേളനങ്ങളെപ്പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കാര്യങ്ങൾ മാധ്യമങ്ങൾ അവരുടെ ഭാവനക്കനുസരിച്ചും അവരുടെ താല്പര്യത്തിനനുസരിച്ചും പ്രസിദ്ധീകരിച്ച് വരുന്നുണ്ട്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടി സംഘടനാ സമ്മേളനത്തിൽ പാർട്ടിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുമെല്ലാം വലിയ വിമർശനമുണ്ടായിരിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയെ ഫലപ്രദമായി പുതുക്കാനാണ്. കേവലം സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തിരഞ്ഞെടുത്ത് പോകാനല്ല. ഓരോ സമ്മേളനവും കൃത്യമായ ധാരണയനുസരിച്ച് ഒരു പുതുക്കൽ പ്രക്രിയയാണ് നടക്കുക.
അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം വിമർശനവും സ്വയം വിമർശനവുമാണ്. അതുകൊണ്ട് ഈ വാർത്ത എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വിമർശനവും സ്വയം വിമർശനവും ഇല്ല എന്നതാണ് വാർത്ത. അല്ലാണ്ട് പാർട്ടി തന്നെ കൃത്യതയോടുകൂടി സംഘടനാപരമായി രാഷ്ട്രീയമായി കഴിഞ്ഞ 3 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമെന്താണ്, നേട്ടമെന്താണ്, കോട്ടമെന്താണ്, വിമർശനാത്മകമായ രീതിയിൽ ഓരോന്നിനെയും സമീപിക്കാനും സ്വയം വിമർശനപരമായി ഓരോന്നിനെയും തിരുത്താനും കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിൽ പുതുക്കാനും പാർട്ടി സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വിമർശനം മാത്രമല്ല, വിമർശനങ്ങൾക്ക് ശരിയായ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ടാണ് സമ്മേളന പ്രക്രിയയുടെ ആ അജണ്ട അവസാനിക്കുക. ഉള്ളതും ഇല്ലാത്തതുമായ വാർത്ത പ്രസിദ്ധീകരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ന്യൂനതയായി നിങ്ങൾ കാണേണ്ടതില്ല എന്ന് മാത്രമല്ല, പാർട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വിമർശനവും സ്വയം വിമർശനവും അനിവാര്യമാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുക.